സുജയ, ഇതൊരു അപ്രതീക്ഷിതമായ തീരുമാനമാണ്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഉപരാഷ്ട്രപതി ഇത്ര പെട്ടെന്ന് ആ സ്ഥാനത്തുനിന്ന് രാജിവെച്ചൊഴിഞ്ഞ ചരിത്രം കേട്ടിട്ടില്ല. ഒന്നുകിൽ നേരത്തെ ആന്റോ കൃഷ്ണൻ പറഞ്ഞതുപോലെ പ്രസിഡന്റ് ആവാൻ വേണ്ടി രാജിവെക്കുന്നു. വെങ്കയ്യ നായിഡുവിന് കൊടുത്തൊരു സാഹചര്യം പോലും ഇവിടെ ജഗദീപ് ധൻഖറിന് കൊടുക്കുന്നില്ല. ഒന്നുമല്ലെങ്കിലും ബി ജെ പിക്ക് വേണ്ടി കുറേ കാലം പശ്ചിമ ബംഗാളിൽ ബാറ്റ് ചെയ്തൊരു ബാറ്റ്സ്മാനല്ലേ, ഇങ്ങനെ റണ്ണൗട്ട് ആവുന്നത് കഷ്ടമല്ലേ? പുറത്താക്കിയതാണോ, ഒഴിപ്പിച്ചതാണോ ജഗദീപ് ധൻഖറിനെ? ഒഴിപ്പിക്കാനല്ലോ ചെയ്തത്, അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാഷ്ട്രപതിയുടെ വസതിയിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് അങ്ങോട്ടേക്ക് അപ്പോയിൻമെന്റ് പോലും എടുക്കാതെ ജഗദീപ് ധൻഖർ ചെല്ലുകയായിരുന്നു. അല്ലാതെ നരേന്ദ്രമോദി വന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇറക്കി വിടുകയൊന്നുമല്ലായിരുന്നു. നിങ്ങളുടെയൊക്കെ പ്രത്യേകിച്ചും ജിമ്മി സാർ പറയുന്നത് കേട്ടാൽ തോന്നും, ആൻഡോ സാർ പറഞ്ഞത് കേട്ടാലും തോന്നും വന്ന് ജഗദീപ് ധൻഖറിനോട് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതുപോലെയുള്ളൊരു ഫീലാണ്. അങ്ങനെ ഒരു ഫീലാണ് പറഞ്ഞതല്ല. അതാണ് കണ്ടില്ലേ, ആൻഡോ സാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ജിമ്മി സാർ ഉദ്ദേശിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ്? ജഗദീപ് ധൻഖറിനെ ഇപ്പോൾ വലിയ രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുണിന്റെ ടേൺ വരുമ്പോഴേക്കും അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഏറ്റവും നല്ല പെയിന്റ് കൊണ്ടുള്ള ഒരു വൈറ്റ് വാഷ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മുമ്പാണല്ലോ ജഗദീപ് ധൻഖറിനെ, കാരണം ഇറക്കി എല്ലാവരും എന്റെ ആൾക്കാരാണ്, എനിക്ക് പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ പശ്ചിമ ബംഗാളിലെ ആരിഫ് മുഹമ്മദ് ഖാനാണ്, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ജഗദീപ് ധൻഖറിനെ ഒഴിപ്പിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒഴിപ്പിച്ചു എന്നുള്ളത് അതൊരു നറേറ്റീവാണ്. മാത്രമല്ല ഇവിടെ എന്താണ് ഇവിടെ നടന്ന സംഭവങ്ങൾ, ഈ ഒറ്റ ദിവസത്തെ ഒരു സിംഗിൾ ഡേ അഫെയറായി ഞാൻ ഇതിനെ കാണുന്നില്ല. ഈ ഒറ്റ ദിവസത്തെ സംഭവം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇംപീച്ച്മെന്റ് മോഷന്റെ പേരിൽ അത് ഒരു സീരീസ് ഓഫ് ഇവന്റ്സിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല. കാരണം 2022 NDAയുടെ കാൻഡിഡേറ്റായി ഉപരാഷ്ട്രപതിയായി വരികയാണ്. കഴിഞ്ഞ 15 മാസമായി, വളരെ, അതായത് തെരഞ്ഞെടുപ്പ് കാലത്തടക്കം കഴിഞ്ഞ 15 മാസമായി ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖർ തുടരുകയാണ്. ജഗദീപ് ധൻഖറിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥികൾ BJP ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ധാരാളമുണ്ട്. എന്നിട്ടും ജഗദീപ് ധൻഖറിനെ പരിഗണിച്ചത് തീർച്ചയായിട്ടും പശ്ചിമ ബംഗാളിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ട് തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി എന്ന ദീദിയോട് നേർക്കുനേർ നിന്ന് ഏറ്റുമുട്ടുകയായിരുന്നു വിവിധ വിഷയങ്ങളിൽ. ഇപ്പോൾ CV ആനന്ദബോസൊക്കെ ഒരു പരിധി വരെ മാത്രമേ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ജഗദീപ് ധൻഖർ യഥാർത്ഥമായും അവിടെ ഒരു വലിയ പോരാട്ടത്തിലേക്ക്, കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു പോരാട്ടം അവിടെ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ടായിരുന്നു, അവിടെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതൊക്കെ നമ്മൾ കണ്ട ചരിത്രമാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജഗദീപ് ധൻഖറിന്റെ ഒരു ക്യാരക്ടറാണ്, ഒരു ടഫ് ക്യാരക്ടറാണ്, ടഫ് ബൈ നേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ച് മമതയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി പണ്ട് മുതലേ പ്രവർത്തിച്ചു വന്ന ആൾ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് മേൽവിലാസങ്ങളൊന്നും ജഗദീപ് ധൻഖറിന് ഇല്ല എന്നതും ഒരു വസ്തുതയാണ്. അദ്ദേഹം ജനതാ പാർട്ടി, ഈ ദേവിലാൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ വന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവിലാലിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസിൽ അങ്ങനെ ജനതാ പാർട്ടിയിലേക്ക് വന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ, അത് ഈ ഉപരാഷ്ട്രപതിയായി മാറിയതിനു ശേഷമുള്ള കഴിഞ്ഞ 15 മാസത്തെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ, അതൊക്കെ പല പല ആർക്കൈവിൽ നിന്ന്, പിന്നെ അദ്ദേഹവുമായി നേരിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന്, അങ്ങനെയുള്ള ട്രസ്റ്റഡ് സോഴ്സസിൽ നിന്ന് കിട്ടുന്നത് വളരെ രസകരമായ മറ്റൊരു ചിത്രം കൂടിയാണ്. അതിലേക്ക് കൂടി നമുക്ക് വരാം. അദ്ദേഹം ഒരു വളരെ വലിയ പൊളിറ്റിക്കൽ അംബീഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ജഗദീപ് ധൻഖർ. അത് പശ്ചിമ ബംഗാളിൽ നിന്ന് ഇവിടേക്ക് ഉപരാഷ്ട്രപതിയായി വരുന്ന ആദ്യ മാസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. രാജസ്ഥാനിൽ നിന്ന് ഉള്ള ഒരു ജാട്ട് നേതാവാണ്. ആ ജാട്ട് വിഭാഗത്തിൻ്റെ നേതാവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾ എന്ന രീതിയിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു അതേക്കുറിച്ച് വലിയൊരു ബോധ്യമുള്ള, അല്ലെങ്കിൽ ആ ഒരു താനൊരു ജാട്ടാണ് എന്നത് വലിയ ഒരു എന്തോ സംഭവമാണ് എന്ന രീതിയിൽ എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു ആൾ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് എത്രത്തോളം അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി കൂടെ നിർത്താൻ കഴിയും എന്നതൊക്കെ സംശയകരമായ കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹത്തിന് അടുത്ത സൗഹൃദമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഇംപീച്ച്മെന്റ് മോഷന്റെ കാര്യത്തിലും ആ ഒരു സൗഹൃദത്തിൽ കലർന്നിട്ടുള്ള കൂടിക്കാഴ്ചകൾ, സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഈ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തി രാജിക്കത്ത് കൊടുക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഇവിടെ രാജേഷ് പൈലറ്റിന്റെ മരണത്തിന് ശേഷം സച്ചിൻ പൈലറ്റ് വരുന്നു. ഈ സച്ചിൻ പൈലറ്റ് ആ ഒരു പൊളിറ്റിക്കൽ ലെഗസി ഏറ്റെടുക്കുന്നു. ധൻഖറാണ് ഒരു MP സ്ഥാനം, അതായത് സച്ചിൻ പൈലറ്റിന്റെ ഒരു എഫക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ധൻഖറിനെ മറുഭാഗത്തുള്ള ഒരു ജാട്ട് നേതാവായിട്ട് BJP ഉയർത്തിക്കാട്ടുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ, അദ്ദേഹം വന്ന് ഇവിടെ ഈ ഉപരാഷ്ട്രപതി പദത്തിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഒരു ഫൈറ്ററാണ്, മമതാ ബാനർജിയെ നേരിടാൻ പറ്റിയ ഏറ്റവും നല്ല ഫൈറ്റർ എന്ന രീതിയിലാണ് അവിടെ ഇറക്കിയത്. അതുവരെയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം അറിയുന്ന വസ്തുത. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ടസിൽ, അല്ലെങ്കിൽ ഈ ഒരു പയറ്റ് തുടങ്ങുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുൻപാണ്. അത് ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആയത് കഴിഞ്ഞ ഡിസംബറിലാണ്. മുതിർന്ന മന്ത്രിമാരെ, അതായത് ഉപരാഷ്ട്രപതിയാണല്ലോ, മുതിർന്ന മന്ത്രിമാരെ, രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തെക്കാളൊക്കെ കൂടുതലുള്ള ആളുകളെ, ഇൻക്ലൂഡിങ് ശിവരാജ് സിംഗ് ചൗഹാൻ,
അവരെയൊക്കെ അപമാനിക്കുന്ന പല പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട് ജഗ്ദീപ് ധൻഖറിൽ നിന്ന്. കഴിഞ്ഞ ഡിസംബറിൽ, ഞാനപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ സോഴ്സസ് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫാക്ട് കൂടി ചെക്ക് ചെയ്യണമല്ലോ. കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായ ഒരു സംഭവം, അത് കഴിഞ്ഞ ഡിസംബറിൽ സർക്കാരിൻ്റെ കാർഷിക നയമാണ്. സർക്കാരിൻ്റെ കാർഷിക നയം സംബന്ധിച്ച് ഒരു വേദിയിൽ വെച്ച്, അതിൽ ശിവരാജ് സിംഗ് ചൗഹാനുമുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാനെ, കേന്ദ്ര കൃഷിമന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാനെ വേദിയിലിരുത്തിക്കൊണ്ട് ഇദ്ദേഹം അപമാനിക്കുന്ന രീതിയിൽ നിങ്ങളുടെ നയമൊന്നും ശരിയല്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് മുതിർന്ന മന്ത്രിമാരൊക്കെ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നു. വിമർശിക്കാം, പക്ഷേ ആ വിമർശനത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നതുകൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതൊരു അപമാനമാകുമായിരുന്നില്ല. കാരണം ഒരു ഉപരാഷ്ട്രപതി, അതും BJPയുടെ അല്ലെങ്കിൽ NDAയുടെ കാൻഡിഡേറ്റായി വന്ന ഉപരാഷ്ട്രപതിയായ ആളാണ് ആ ഒരു വേദിയിലിരുത്തി വിമർശിക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം മറിയുകയാണ്, മറിയുക എന്ന് നമ്മൾ പറയുമല്ലോ. അത് തൊട്ടടുത്ത ദിവസം നമ്മൾ പാർലമെന്റിൽ കാണുകയാണ്. പാർലമെന്റിൽ എല്ലാവരും ഇരിക്കുമ്പോൾ വന്ന്, വേദിയിൽ വെച്ചാണല്ലോ അപമാനിച്ചത്, അതിന് ഈ വേദിയിൽ വന്നിട്ട് ഇങ്ങനെ പറയണമെന്നൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇദ്ദേഹം വന്നിട്ട് പറയുകയാണ്, ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ ഇത്രയും കർഷകരെ അംഗീകരിക്കുന്ന, കർഷകർക്ക് വേണ്ടി ജീവിക്കുന്ന കർഷക സമൂഹത്തിന്റെ കാവലാൾ എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്കുകൂടി അദ്ദേഹം പ്രയോഗിച്ചു. അങ്ങനെ ശിവരാജ് സിംഗ് ചൗഹാനെ പ്രകീർത്തിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒന്ന് പറയും, തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം സെറ്റിൽ ചെയ്യും. ഇത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന കാര്യമാണ്. ഇനി അടുത്ത കാര്യം, JD വാൻസ് ഇവിടെ, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇവിടെ സന്ദർശനം നടത്തിയ സമയം ഓർമ്മയുണ്ടാവുമല്ലോ. JD വാൻസിന്റെ സന്ദർശന വേളയിൽ ഇദ്ദേഹം പറഞ്ഞ ഡയലോഗ് വളരെ പ്രശസ്തമാണ്. ഡൽഹിയിലെ കോറിഡോഴ്സിലൊക്കെ അത് വലിയ ചർച്ചയാവുന്നുണ്ട്. അന്ന് തന്നെ അത് ചർച്ചയാവുകയും ചെയ്തിരുന്നു. കാരണം ഞാനാണല്ലോ ഇവിടെ വൈസ് പ്രസിഡന്റ്, അപ്പോൾ ഞാനുമായിട്ടല്ലേ JD വാൻസ് ചർച്ച നടത്തേണ്ടത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടല്ലോ എന്ന് ഇദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ മെസ്സേജ്, ഇൻക്ലൂഡിംഗ് വിവിധ കരാറുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് വിസിറ്റിനോടൊപ്പം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലെ ഒരു സംഭാഷണം കൂടി ഷെഡ്യൂൾ ചെയ്താണ് JD വാൻസ് വരുന്നത്. അപ്പോൾ ഈ മുതിർന്ന മന്ത്രിമാർ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയല്ല, JD വാൻസ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്, അവരുടെ പ്രോട്ടോക്കോൾ കൂടി അനുസരിച്ച് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ വൈസ് പ്രസിഡന്റ് പോലെയല്ല ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോഴും ഇദ്ദേഹം ഷൗട്ട് ചെയ്യുകയാണ്, അങ്ങനെയല്ല, ഞാനുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത് എന്ന് പറയുന്നു. അതൊരു വിധത്തിൽ സെറ്റിൽ ചെയ്യുന്നു. അത് JD വാൻസിന്റെ സന്ദർശന വേളയിൽ നടക്കുന്ന കാര്യം. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാർക്ക് കൊടുത്ത മറ്റൊരു നിർദ്ദേശമാണ്. പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചിട്ടുണ്ടല്ലോ, എല്ലാ മന്ത്രിമാരുടെയും ഓഫീസുകളിൽ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ചിത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ ഒരു ചിത്രം കൂടി വെക്കണം. ഇതും ഇദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. എൻ്റെ ചിത്രം കൂടി, പ്രധാനമന്ത്രിയുടെ ചിത്രത്തിൻ്റെ കൂടെ, കാരണം ഞാൻ ഉപരാഷ്ട്രപതിയാണല്ലോ, അപ്പോൾ അതുകൂടി വെക്കണം. ഇതും എല്ലാ മന്ത്രിമാർക്കും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് മന്ത്രിമാർ അതവർക്ക് അങ്ങനെയല്ല, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പിന്നെ മഹാത്മാഗാന്ധിയുടെ ചിത്രവും എല്ലാ മന്ത്രിമാരുടെയും ഓഫീസുകളിൽ വെച്ചിട്ടുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ചിത്രം കൂടി വെക്കാനായിട്ടുള്ള പ്രോട്ടോകോൾ ഇല്ല, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സംവിധാനം എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതിലും അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കിയാണ്. പിന്നീടത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹമാണ്. അദ്ദേഹത്തിൻ്റെ കോൺവോയ് അത് മെഴ്സിഡസ് മാത്രമാക്കണം. അതിലെ എല്ലാ മെഴ്സിഡസ് വാഹനങ്ങൾ മാത്രമുള്ള ഒരു കോൺവോയ് ആണ് എനിക്ക് വേണ്ടത്. അങ്ങനെയുള്ള ഡിമാൻഡ് വെക്കുന്നു. അതൊരു പക്ഷേ അക്സെപ്റ്റ് ചെയ്തേനെ, കാരണം കമ്പനിയാണല്ലോ. അതെ, പൈസയുള്ള കമ്പനിയല്ല ഞാൻ പറഞ്ഞത്. മറ്റ് സംഭവങ്ങൾ വെച്ച് JD വാൻസുമായുള്ള കൂടിക്കാഴ്ചയൊന്നും താങ്കൾക്ക് അങ്ങനെ പറയാമല്ലോ, താങ്കളിൽ നിന്ന് അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ JD വാൻസുമായുള്ള കൂടിക്കാഴ്ച സർക്കാരിന് നടത്തി കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല മന്ത്രിമാരെയൊക്കെ വേദികളിൽ വെച്ച് അപമാനിക്കുന്നതും അംഗീകരിച്ച് നിൽക്കാൻ കഴിയില്ല. ആ കാര്യങ്ങളിൽ തിരുത്തുന്നു. മെഴ്സിഡസ് ബെൻസിന്റെ സംഭവം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അത് കേട്ടില്ലെന്ന് നടിച്ചു. അക്കാര്യത്തിൽ പിന്നീട് കൊടുത്തുമില്ല, കേട്ടില്ലെന്ന് നടിച്ചു. ആരും പിന്നീട് അങ്ങോട്ടൊരു സംഭാഷണത്തിനും തയ്യാറായില്ല. അപ്പോൾ ഇദ്ദേഹം എടുത്തു പറയുന്നത്, ഞാനിവിടെ വൈസ് പ്രസിഡന്റ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയും. ഈ ഒരു 15 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി രാജിക്കത്ത് കൊടുക്കാനായിട്ട് രാഷ്ട്രപതി ഭവനിൽ പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്, ഞാൻ രാജിക്കത്ത് കൊടുക്കും, അപ്പോൾ നരേന്ദ്രമോദി എന്നെ വിളിക്കും, എന്നിട്ട് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം പറയും, എനിക്ക് കുറേ കാര്യങ്ങളിൽ വിയോജിപ്പുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുന്നത്. അതിനിടയിൽ ഈ മറ്റേ കാര്യവും കൂടി റെഡിയായി. അതായത് ഇംപീച്ച്മെന്റ് മോഷന്റെ കാര്യത്തിലും ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതൊരു ബാർഗെയിനിങ് ആയിട്ടാണ് പുള്ളി കരുതിയത്. പക്ഷേ അത് ഉപരാഷ്ട്രപതിക്ക് അവിടെയാണ് പാളിയത്. രാഷ്ട്രപതിക്ക് പ്രയർ അപ്പോയിന്റ്മെന്റ് എടുക്കാത്തത് കൊണ്ട് രാഷ്ട്രപതി റെഡിയായി വരാനായിട്ടുള്ള ഒരു 25 മിനിറ്റ് അദ്ദേഹം അവിടെ കാത്തിരുന്നു. ആ 25 മിനിറ്റിന് ശേഷം ഈ കത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നത്, സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുക മാത്രമേ കക്ഷി ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഉപരാഷ്ട്രപതി ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ആ പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അദ്ദേഹത്തിന് എന്താണ് അടുത്ത പദവിയുള്ളത്? ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന് എന്ത് കൊടുക്കാനാണ്? അവർ അധികാരത്തിൽ എന്ന് വരാനാണ്? അപ്പോൾ കിട്ടിയ ഉപരാഷ്ട്രപതി പദവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അടുത്ത 2027 ഓഗസ്റ്റ് വരെ തുടരാൻ കഴിയുന്ന പദവിയാണ്. അതിൽ അദ്ദേഹത്തിന് തുടരാമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഈ ഇംപീച്ച്മെന്റ് മോഷൻ സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ രാഷ്ട്രപതി നടപടിയെടുക്കണം. പോയി രാജിക്കത്ത് കൊടുക്കാൻ, രാജിക്കത്ത് കൊടുത്തത് അതൊരു പെർസുവേഷൻ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമ്മർദ്ദമായിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ കുറെ ഡിമാൻഡുകളുണ്ട്, ഇദ്ദേഹത്തിന് കുറച്ചുകൂടി പവർ വേണം, ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നടക്കണം എന്നുള്ള കുറെ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. നേരത്തെ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ മൺസൂൺ, ഇനി നമുക്ക് ഈ ഇംപീച്ച്മെന്റിലേക്ക് വരാം. ഈ ഇംപീച്ച്മെന്റ് പ്രമേയം സംബന്ധിച്ച് സർക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് മോഷൻ, ആ ഇംപീച്ച്മെന്റ് മോഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംയുക്തമായിട്ടുള്ള ഒരു ഇംപീച്ച്മെന്റ് മോഷനായി പ്രതിപക്ഷത്തിന്റെയും കൂടി ഒപ്പോട് കൂടിയിട്ടുള്ള സംയുക്ത
ഇംപീച്ച്മെന്റ് മോഷനായിട്ട് അത് വരാൻ പോകുന്നു എന്ന കാര്യം ഉപരാഷ്ട്രപതി എന്ന നിലയിൽ, രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയിക്കുന്നു. ഇത് മൺസൂൺ സെഷൻ തുടങ്ങുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മൺസൂൺ സെഷന് 4-5 ദിവസം മുൻപാണ് കിരൺ റിജിജുവുമായിട്ടുള്ള ഈ മീറ്റിംഗ് നടക്കുന്നത്. കിരൺ റിജിജു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ മീറ്റിംഗ് നടക്കുന്നു. എന്നിട്ട് ആ ഒരു പ്രമേയത്തിൽ പ്രതിപക്ഷ എംപിമാരുടെ അടക്കം ഒപ്പോടുകൂടിയ സംയുക്ത പ്രമേയം എന്ന രീതിയിൽ അത് വരാൻ പോകുന്നു. കാരണം ഇതിനു മുൻപ് തന്നെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായ കാര്യമാണ്, അല്ലാതെ ഒരു പുതുതായിട്ട് വന്ന കാര്യമല്ല. അപ്പോൾ അത് തയ്യാറാകുമ്പോൾ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവുമായി ഇദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ ആ സംസാരിച്ചതിന് ശേഷമാണ് ഇവരുടെ മാത്രം പ്രമേയമായി വന്നാൽ മതി. അപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷം 3 തവണ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിമാർ, അതായത് ഇദ്ദേഹത്തെ ഈ കാര്യത്തിൽ നിന്ന് എന്താണ് വസ്തുതയെന്ന് ബോധ്യപ്പെടുത്താൻ, നേരത്തെ മെഴ്സിഡസ് ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങളിലൊക്കെ ബോധ്യപ്പെടുത്തിയതുപോലെ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, നിയമമന്ത്രി അർജുൻ മേഘ്വാൾ, അതോടൊപ്പം തന്നെ JP നദ്ദ, രാജ്യസഭാ നേതാവാണല്ലോ, JP നദ്ദ, ഇത്രയും പേരെത്തി ജോയിന്റ് ഇംപീച്ച്മെന്റ് മോഷനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. 3 മീറ്റിംഗുകൾ ഇവർക്കിടയിൽ നടക്കുകയും ചെയ്തു ഈ മൺസൂൺ സെഷന്റെ തൊട്ട് മുന്നോടിയായി. പക്ഷേ കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിച്ച് ഒരു പ്ലാൻ ബി ഇവിടെ ധൻഖർ തയ്യാറാക്കുകയാണ്. അപ്പോൾ 15 മാസമായി ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗ്ദീപ് ധൻഖറിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് സാധാരണഗതിയിൽ ഉപരാഷ്ട്രപതിമാർക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും, അദ്ദേഹത്തിന് എല്ലാ ബഹുമാനവും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ തിരിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നത് ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് യാത്രയയപ്പ് കൊടുത്തില്ല, ഡീസന്റ് എക്സിറ്റ് വേണമായിരുന്നു എന്നൊക്കെ ജിമ്മി ജെയിംസ് പറഞ്ഞല്ലോ. അതേക്കുറിച്ച് പ്രതിപക്ഷത്തിൽ പോലും ഒരു ഏകാഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്ന വസ്തു കൂടി മനസ്സിലാക്കണം. കാരണം ഇന്നലെ വൈകുന്നേരം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ മീറ്റിംഗ് നടന്നു. അതിലാകെ ജയറാം രമേശ് മാത്രമാണ് ഈ ഫെയർവെല്ലിനെ കുറിച്ച് പറഞ്ഞത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന്, ഇന്ത്യ മുന്നണിയിലെ 10-30 പാർട്ടികളുണ്ടല്ലോ, അതിൽ ഒരു പാർട്ടിയിൽ നിന്ന് പോലും ഒരു നേതാവ് പോലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് ജയറാം രമേശ് മാത്രമാണ് ഇദ്ദേഹത്തിന് ഒരു ഫെയർവെൽ കൊടുക്കണമെന്ന് പറഞ്ഞത്. കാരണം ഇദ്ദേഹം ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഡൽഹി സർക്കിളിൽ നല്ല രീതിയിൽ, കാരണം ഇദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹത്തിന് ഈ JD വാൻസ് കഥയൊക്കെ അവിടെ പാട്ടാണ്, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകും, ഡൽഹിയിലെ പത്രക്കാരോട് ചോദിച്ചാൽ മതി. എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് ആരാണ് എന്നുള്ളതാണ്. അത് BJP-യിൽ നിന്ന് തന്നെ കൂടുതലും ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാൾ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും രാംനാഥ് ഠാക്കൂറിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉപരാഷ്ട്രപതി ഒഴിപ്പിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ട് കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തപ്പോൾ എങ്ങനെ ഇത് പോവുകയാണെങ്കിൽ പോവട്ടെ എന്ന് കരുതിയിരുന്ന ആളുകൾ അവർ ഉർവശി ശാപ ഉപകാരം എന്നതുപോലെ കത്ത് കിട്ടിയല്ലോ എന്നാൽ വാങ്ങിച്ചോളൂ എന്നൊരു ലൈൻ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒഴിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രാജിവെക്കൂ എന്നാരും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആ കൊടുത്ത കത്ത് ആക്സെപ്റ്റ്. അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ ഇത്രയും ഇയാൾ മെർസിഡസ് വേണമെന്ന് പറഞ്ഞു, പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്ത് ഡിമാൻഡ്സ് ആണ് ഇയാൾ വെച്ചത്? ആ ഡിമാൻഡ്സ് ഏതാണ് അംഗീകരിക്കാതിരുന്നത്? അങ്ങനെയാണെങ്കിലാണല്ലോ കത്തുമായിട്ട് പോയിട്ട് ഭീഷണിപ്പെടുത്തുക. അത് പറഞ്ഞില്ലല്ലോ. ഏത് വിഷയത്തിലാണ്? എന്തായിരുന്നു അയാളുടെ ഡിമാൻഡ്? അല്ല, ഇംപീച്ച്മെന്റ് മോഷൻ ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, എനിക്കിതിന് പവർ ഉണ്ട് കാണിക്കാൻ വേണ്ടിയാണ്. അത് ചെയ്തു. അതിന് മുൻപ് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫോട്ടോ വെക്കുന്ന അടക്കമുള്ള ഈ പെറ്റി ഇഷ്യൂസ് ആണ്, നോൺ ഇഷ്യൂസ് ആണ് ഇദ്ദേഹത്തിൻ്റെത് മുഴുവൻ. ഇദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി എന്ന നിലയിൽ കിട്ടേണ്ട ഒരു ബഹുമാനവും അദ്ദേഹത്തിന്റെ ഒരു പവറും അദ്ദേഹം യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ ഓരോ ഫോട്ടോ വെക്കാത്തത് കൊണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് വെക്കാത്തതുകൊണ്ടല്ല, ഫോട്ടോ വെക്കുന്ന അടക്കമുള്ള പെറ്റി ഇഷ്യൂസിൽ ഇദ്ദേഹം തിരിച്ച് കൊമ്പ് കോർത്തിട്ടുള്ളതാണ്. അതായത് അതൊക്കെ പിന്നീട് മാനിക്കപ്പെടാതെ പോകുന്നു. അപ്പോൾ എങ്കിൽ പിന്നെ കോൺഗ്രസുമായി ചേർന്നേക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കളിക്കൊപ്പം നിന്നേക്കാം എന്ന് വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന് ഒരു ക്ലിയർ പൊളിറ്റീഷ്യനായിട്ട് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പശ്ചിമ ബംഗാളിൽ കാണിച്ചതുപോലെ തന്നെ അദ്ദേഹം ഇറിറ്റേറ്റഡ് ആയപ്പോൾ കാണിച്ച ഒരു തന്ത്രമാണിത്. പക്ഷേ അത് പാളിപ്പോയി. പകരം ഇനി വരാൻ പോകുന്നത് ആരിഫ് മുഹമ്മദ് ആണെങ്കിൽ സ്വന്തമായിട്ട് പല്ലു ഡോക്ടറെ വെക്കാത്തതിന്റെ പേരിൽ സർക്കാരുമായിട്ട് കലഹിച്ച കക്ഷിയാണ്. ഫോട്ടോ വയ്ക്കാൻ പറ്റാത്തതിന്റെ പേരിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു. ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളുണ്ടല്ലോ സുജയ. എന്നെ അത്ഭുതപ്പെടുത്തുക, ഒന്നാലോചിച്ച് നോക്കി. എന്നാൽ യഥാർത്ഥത്തിലുള്ള വസ്തുത അതാണോ? ജാട്ട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട രാജസ്ഥാനിലെ വളരെ നിർണായക സ്വാധീനമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന, ഇപ്പോഴും ജാട്ട് പൊളിറ്റിക്സിൽ തൻ്റേതായ ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് അടക്കം അവർ വിശ്വസിക്കുന്ന ഒരാളാണ്. 2022 ജഗദീപ് ധൻഖറിനെ പ്രസിഡന്റ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാ? മമതാ ബാനർജിയോട് ചെയ്ത ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറിനുള്ള ഗിഫ്റ്റ് ആയിരുന്നില്ല. ദാറ്റ് വാസ് നോട്ട് എ പൊളിറ്റിക്കൽ ഗിഫ്റ്റ്. പകരം എന്താ, 2022 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഹരിയാനയിലും രാജസ്ഥാനിലും ആസന്നമായിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകൾക്ക് ജാട്ട് കമ്മ്യൂണിറ്റി ഒപ്പം നിർത്തണമെങ്കിൽ പിന്നെ ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ജഗദീപ് ധൻഖറിനെ ഒരു നിർണായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം. അതായിരുന്നു BJPയുടെ നീക്കം. അത് ചെയ്തു. 4 ഇടങ്ങളിൽ നീറ്റായിട്ട് BJP അങ്ങ് പൊട്ടി. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. എവിടെ? രാജസ്ഥാനിൽ. പിന്നെ രാജസ്ഥാൻ നിയമസഭ പിടിച്ചു, ഹരിയാന പിടിച്ചു. അത് രണ്ടും ജാട്ട് കമ്മ്യൂണിറ്റി ജഗദീപ് ധൻഖറിൻ്റെ തോളിലേറി സഞ്ചരിച്ചു. പലതവണ ജഗദീപ് ധൻഖർ ഇവിടെ പോയി ഇതേ കർഷകർക്ക് വേണ്ടി, ഇതേ BJPക്ക് വേണ്ടിയിട്ട് അവിടെ പ്രചരണം നടത്തിയിട്ടുണ്ട്. സുജയ, നിങ്ങളുടെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്ന ജഗദീപ് ധൻഖർ, യൂസ് ആൻഡ് ത്രോ, അതാണ് BJPയുടെ പോളിസി. അതൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ജഗദീപ് ധൻഖറുടെ കാര്യത്തിൽ. Meet the editors.